RSS ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം BJP-യോട് ഒരു അസ്വാരസ്യം പറഞ്ഞു എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇലക്ഷന് ഇടയിൽ തന്നെയാണ് RSS ഞങ്ങൾ സജീവമായി ഇത്തവണ ഇല്ല. മുമ്പ് 2014 ഞങ്ങൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് JP നദ്ദ RSS-ന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ആ അർത്ഥത്തിലല്ലെങ്കിൽ പോലും. അതായത് ഞങ്ങൾ സ്വയം കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം ഉണ്ടാവുന്നതല്ല. എൻ്റെ ചോദ്യം, ഇത് തുടർച്ച ഉണ്ടാവുന്ന കാര്യമാണോ? ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഗതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ RSS വിട്ടുനിൽക്കുമോ എന്നുള്ളത് കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ല അഭിലാഷേ, അതിലൊരു സംശയവും വേണ്ട. കേരളത്തിലെ തന്നെ RSS-ന്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ BJP-യുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. അവരാരെങ്കിലും RSS-ന്റെ സർസംഘ് ചാലകൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് BJP-യുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമോ? ഇന്ത്യയിൽ എങ്ങും അങ്ങനെ നടക്കില്ല. ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ പരാമർശങ്ങളാണ്. പുൽവാമ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യയിലെ പട്ടാളക്കാർ തെരുവിൽ വീണ് പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോൾ, സുരക്ഷാ വീഴ്ച എന്നീ രാജ്യം മുഴുവൻ മുറവിളി കൂട്ടിയപ്പോൾ, ഈ രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന RSS-ന്റെ ഒരാൾ പോലും ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് സുരക്ഷാ വീഴ്ചയിൽ ഉത്തരവാദിത്തമുണ്ട്, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പശുക്കടത്തിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം കൂടി ആളുകളെ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എവിടെയെങ്കിലും ഇക്കാര്യത്തിൽ ഇവിടുത്തെ ആളുകൾ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന പേരിൽ, വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ, ഭാഷയുടെ, സംസ്കാരത്തിന്റെ, വിശ്വാസത്തിന്റെ, വിളിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ RSS-ന്റെ ഏതെങ്കിലും ഒരാൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ചൈന ഇന്ത്യയുടെ ഭൂമി ആക്രമിച്ച് അല്ലെങ്കിൽ അവർ കയ്യേറി 10-20 ഇന്ത്യൻ പട്ടാളക്കാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യൻ പട്ടാളക്കാരെ തല്ലിയും തോട്ടിലെറിഞ്ഞും കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഒന്നും RSS-ന്റെ സർസംഘ് ചാലകിന് ഇന്ത്യയുടെ മാതൃഭൂമി, നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ, ഹിന്ദുസ്ഥാന്റെ, എന്തു വേണമെങ്കിലും വിളിച്ചോട്ടെ, മാതൃഭൂമി നഷ്ടപ്പെട്ടു എന്നോർത്തൊരു വിലാപം നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടെ രാമക്ഷേത്ര ഭൂമിയിൽ പോലും BJP തോൽക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ ഇത് മുൻകൂട്ടി കാണാനുള്ള ശേഷി RSS-നുണ്ട്, BJP-ക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് RSS ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചത്. ഇവിടെ ഇത് പറയുന്ന സമയം നമ്മൾ നോക്കൂ. ഈ സർസംഘ് ചാലക് മോദിയെ ഉപദേശിക്കുന്ന, ഈ സർക്കാരിനെ ഉപദേശിക്കുന്ന ഓരോ കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അന്നൊന്നും പറയാത്ത ആക്ഷേപങ്ങൾ ഇന്ന് പറയുന്നത് ഒരു കൊതിക്കറിവ് ആണെന്ന് മാത്രം കണ്ടാൽ മതി. മോദി മന്ത്രിസഭയിൽ RSS-ന് വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട പരിഗണനയോടെ പരിഗണിക്കാത്തതിന്റെ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നോ അല്ലെങ്കിൽ RSS-നേക്കാൾ വലുതായിട്ട് മോദി വളർന്നു എന്നുള്ള തോന്നലുള്ളത് കൊണ്ടോ അങ്ങനെ ആയിരിക്കാം RSS-ന്റെ ചീഫ് ഇങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ രാജ്യത്തിന് തന്നെ മാനക്കേടുണ്ടാകുന്ന രീതിയിൽ ബിൽക്കിസ് ബാനുവിന്റെ അക്രമ കേസിൽ, പീഡന കേസിലെ, അവരുടെ കുടുംബാംഗങ്ങളെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകളിൽ RSS അനുഭാവികളും സംഘപരിവാർ ആളുകളും ഉണ്ടായില്ലേ? അതിനെതിരെ RSS-ന്റെ ചീഫ് പറഞ്ഞോ ഇത് രാജ്യത്തിന് മാനക്കേടുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന്? നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് കുടിലമാണ്, കള്ളത്തരമാണ്, വ്യാജമാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാതെ RSS കൈ കഴുകുകയാണ്. ശരി, ഓക്കെ.